ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കുരു കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരത്തേക്ക്. പിന്നെ മത്തൻ്റെ ഇല കൊണ്ട് ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും ചിരവിടാത്ത ഒരു തേങ്ങ. അപ്പം ഞാൻ ചക്കക്കുരു തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തിരക്കിലാണ്. റിച്ചൂട്ടൻ അവിടെ കളിക്കുകയാണ് അമ്മയുടെ കൂടെ. അമ്മയുണ്ട് കൂടെ. അപ്പോൾ അവനെ അവിടെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ടില്ലെങ്കിൽ അവനെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വാരിയിടും. മാത്രമല്ല ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഇതിൻ്റെ ചവറൊക്കെ എടുത്ത് ചിലപ്പോൾ വായിലേക്ക് തൊണ്ടയിലേക്ക് പോകും. അപ്പോൾ അവനവിടെ നിന്ന് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ചക്കക്കുരു മറ്റേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, വെളുത്തുള്ളി, സവാള ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളിതാ ചക്കക്കുരുവൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റിച്ചൂട്ടൻ ചെറിയൊരു തേങ്ങയായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് തേങ്ങ പൊളിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്കക്കുരുവൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മത്തൻ്റെ ഇല പറിക്കാനായിട്ട് പോയി കേട്ടോ. ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. വീട്ടിൽ തനിയെ ഉണ്ടായതാണ് ഈ മത്തൻ്റെ ഇത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഇല പറിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ടോ ഞാനിത് കണ്ണു വെച്ചിട്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അമ്മ നമ്മോട് മത്തൻ്റെ ഇല പറിക്കട്ടെ എന്ന് ചോദിച്ചാൽ അമ്മ പറയും കുറച്ചുകൂടെ ആവട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ രാത്രി പന്നിയൊക്കെ വന്നിട്ട് ഒരുവിധം പന്നിയൊക്കെ നാശമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ വള്ളിയൊക്കെ ആകെ നാശമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നല്ല ഇല നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ പന്നിശല്യം ഭയങ്കരമായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് നമുക്കിവിടെ ഒന്നും നട്ടുപിടിപ്പിക്കാനൊന്നും പറ്റാത്തൊരു പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ കപ്പയാണെങ്കിലും അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ഇത്തിരി പാടാണ്. കാരണം ഒന്നും നമുക്ക് കിട്ടില്ല, പന്നിശല്യം ധാരാളമായിട്ടുണ്ട്. അപ്പം ഞാൻ മത്തൻ്റെ ഇല നല്ലത് നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ്. വലിയ മൂത്ത ഇലകളൊന്നുമല്ല, മൂത്ത ഇലകളൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് തളിരൊക്കെ നോക്കിയിട്ട് നല്ല ഇലകൾ നോക്കിയിട്ട് ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം പന്നികളൊക്കെ വന്നിട്ട് കുത്തി നിരക്കുക. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കർക്കിടക മാസത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഈ മത്തനിലയൊക്കെ നമ്മൾ വെക്കുക. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ കർക്കിടക മാസം ആകുമ്പോഴേക്കും ഇതുണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുറച്ച് മത്തനെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് കഴുകാനായിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് അത് കഴുകിയെടുക്കണം. പിന്നെ ഒന്നാമതിപ്പോൾ മഴയൊക്കെ പെയ്യുന്നത് കാരണം കൊണ്ട് അങ്ങനെ മണ്ണും ഇതൊന്നും ഇല്ല അതിൽ. മണ്ണും ചളിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. നല്ല ഇല തന്നെയാണ്. എന്നാലും നമുക്കതൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം. എന്നാലും അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും മണ്ണും ഇതൊക്കെ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കാന്താരിമുളക് പറിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാന്താരിമുളകും സവാളയും മാത്രം തന്നെ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇത് ചെറിയൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും ചിരവിടാതെ ഉള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പോൾ തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ചോറൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മളിവിടെ കുറച്ച് കാന്താരിമുളകൊക്കെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, കാരണം കുറച്ച് ഇലകൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മുളക് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ.
പിന്നെ നമ്മളതിലേക്ക് പിന്നെ വേറെ അത് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മളതിൽ മസാലയൊക്കെ നമ്മളതിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സവാളയും ചീനമുളക് നമ്മൾ കാന്താരി മുളകിന് ചീനമുളക് നട്ടാൽ വരും, അത് കാരണം കൊണ്ട് എനിക്ക് ചീനമുളക് എന്ന് വരുന്നത്. അപ്പോൾ സവാളയും കാന്താരി മുളക് നന്നായിട്ട് അമ്മിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരു പാനെടുത്തിട്ട് വെച്ച് അതിലേക്ക് എണ്ണയും മറ്റേ സവാളയും കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഴറ്റി നന്നായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ആ ഇല ഒന്ന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം, നന്നായിട്ടൊന്ന് ഇളക്കൊന്നും വേണ്ട. അത് ആദ്യം ഒന്ന് മൂടി വയ്ക്കുക, ഒന്ന് ആവിയിലൊന്ന് അതൊന്ന് വാടി വരുന്നത് വരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് മിക്സാക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ മത്തല ഇതിങ്ങനെ അതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നു. ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് അതൊന്ന് വാടി വന്നതിന് ശേഷമാണ് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരത്തോരനും മത്തൻ്റെ തോരനും പിന്നെ എന്താ പറയുക ചക്കക്കുരു മെഴുക്ക് വരട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ഉണക്കമീനാണ് കേട്ടോ, മാന്തൾ വറുത്തതുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള ഒരു സ്പെഷ്യലായിരുന്നു ഇത്. ചക്കക്കുരു മെഴുക്ക് വരട്ടിയും മാന്തൾ വറുത്തതും ചീരത്തോരനും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.